കൃഷ്ണഗാഥ സീരിയലിൻ്റെ ബുധനാഴ്ചത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ നാട്ടിലെ പുതിയ ആളുകളുമായിട്ട് കൃഷ്ണയും തങ്കവും പരിചയപ്പെടുകയും അവരോട് അടുക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണക്ക് തൽക്കാലം അവിടെ ഒരു ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് കൃഷ്ണ മുമ്പ് ചെയ്തിരുന്ന ലോട്ടറി കച്ചവടം തന്നെ തുടങ്ങാനായിട്ട് തീരുമാനിക്കുവാണ്. അതിനായിട്ട് മോളിക്കുട്ടി കൃഷ്ണയ്ക്ക് യാത്ര ചെയ്യാനും മറ്റുമായിട്ടൊരു സൈക്കിളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സൈക്കിളിൽ നാളെ മുതൽ തന്നെ ലോട്ടറി കച്ചവടമൊക്കെ തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ നിന്ന് മോചിതനാകുന്ന ശ്രീനിവാസനെയാണ്. അങ്ങനെ ജയിലിലെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് അവിടുത്തെ രജിസ്റ്റർ സൈനൊക്കെ ചെയ്ത് ജയിൽ മോചിതനായി പുറത്തിറങ്ങുവാണ് ശ്രീനിവാസ്. നിയമത്തിൻ്റെ ചങ്ങലങ്ങൾക്ക് ഇനി അയാളെ തളക്കാനാവില്ല. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നീതിയുടെ പോരാളി ശ്രീനിവാസ് അവതരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കവലയിലെ ലോട്ടറി കച്ചവടമൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ്. ഈ സമയം സെൽവൻ്റെ ആൾക്കാരും അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ ലോട്ടറി വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണയെ കാണുന്നതും തനിക്ക് തന്ന കണക്ക് തീർക്കാനായിട്ട് സെൽവൻ കൃഷ്ണയുടെ അരികിലേക്ക് പോകുക. നീ ഇവിടെ കച്ചവടമൊക്കെ തുടങ്ങിയങ്ങ് കൂടാൻ തീരുമാനിച്ചു അല്ലേ? ഈ സെൽവനെ ഇങ്ങോട്ട് കിട്ടിയ കണക്കുകളൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറില്ല. അതൊക്കെ അപ്പപ്പം തീർത്ത് തന്നെ ശീലം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് സെൽവൻ. അന്നേരം കൃഷ്ണക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം സെൽവൻ ആ സൈക്കിൾ ചവിട്ടി താഴെ ഇടുവാണ്. എന്നിട്ട് കൃഷ്ണയുടെ കൈ കയറി ബലമായിട്ട് പിടിക്കുവാണ് കേട്ടോ. അന്നേരം കൃഷ്ണ പലതവണ വിടാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം സെൽവനാണെങ്കിൽ കൃഷ്ണയെ വിടുന്നില്ല. മാത്രമല്ല കൃഷ്ണയുടെ കരണത്തിട്ടും കൂടി ഒന്ന് പൊട്ടിക്കുവാണ്. ഇതുകൊണ്ട് ആൾക്കാരെല്ലാം ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും ശ്രീനിവാസൻ കാറിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ പൊതുസ്ഥലത്ത് വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സെൽവനെ കാണുന്നതും ശ്രീനിവാസൻ ദേഷ്യത്തിൽ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടേക്ക് ചെന്ന് സെൽവനെ ചവിട്ടി താഴെ ഇടുവാണ്. എന്നിട്ട് സെൽവനും സെൽവൻ്റെ കൂട്ടുകാർക്കും കണക്കിന് കൊടുത്ത് അവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ് കേട്ടോ ശ്രീനിവാസ്. ഈ സമയം മോളിക്കുട്ടി അവിടെ എത്തുന്നുണ്ടാവും. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ പേടിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം കൃഷ്ണയുടെ അരികിലേക്ക് ചെന്ന് കൃഷ്ണയെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശ്രീനിവാസൻ. എന്നിട്ട് കൃഷ്ണയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുവാണ്. അങ്ങനെ കൃഷ്ണയ്ക്ക് താങ്ങായിട്ടും തണലായിട്ടും കാവലാളായിട്ടും ശ്രീനിവാസൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രീനിവാസൻ തൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴും തന്നെ തൊട്ടപ്പോഴൊക്കെ കൃഷ്ണയ്ക്ക് എന്തോ വല്ലാത്തൊരു ഫീല് തോന്നുവാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കൃഷ്ണ മോളിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ആരാ അത്? അതാണ് അനിയൻ സാറ്. അനിയൻ സാറോ? ഇത്ര നാളും സാറ് ജയിലിലായിരുന്നു. അത് കേട്ട വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്